ഒരിക്കലും ഞാൻ ഇങ്ങനത്തെ ലെവലില് അലോയ് വീൽസ് കയറ്റണമെന്നോ അല്ലെങ്കിൽ ട്രാക്ടറിന്റെ ടയർ കയറ്റണമെന്നൊന്നും ഞാൻ പറയില്ല. ഒന്നല്ലെങ്കിൽ ഒരു അഡ്വഞ്ചർ ടൂറിസം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരിക. അതർവൈസ് ഇങ്ങനത്തെ വാഹനങ്ങൾ ഓടിക്കാനുള്ള പെർമിറ്റ് ഒരു സ്പെഷ്യൽ ലൈസൻസ് ആക്കിയിട്ട് കൊടുക്കുക. എന്തായാലും അനുമതി ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു 18 മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതെന്തായാലും ഞാൻ വായിക്കാം. 1. സീറ്റ് കവർ. അത് ഭയങ്കര ഒരു മോഡിഫിക്കേഷൻ ആയി കേട്ടോ. നമ്മളൊന്നും സീറ്റ് കവർ ഒന്നും വണ്ടിയിൽ അടിക്കാറില്ലേ. ഫ്ലോർ മാറ്റ് എന്നെ കൊണ്ട് പറയിക്കണ്ട. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അഡ്വഞ്ചർ ടൂറിസം, അതിന് വേണ്ടിയുള്ള സ്പേസ് നിങ്ങൾ എന്തായാലും ഒന്ന് ഒരുക്കി തരിക. നിങ്ങൾ വിചാരിച്ചാൽ പറ്റാവുന്നല്ലേ ഉള്ളൂ. നല്ലൊരു ട്രാക്ക് ഒരുക്കാൻ പറ്റും. ആ ലെവലിൽ മാത്രം നിങ്ങൾക്ക് വണ്ടി ഓടിക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനെ സാഹചര്യങ്ങളൊന്നും ഒരുക്കി തരാത്ത പക്ഷമാണ് പിള്ളേരായിക്കോട്ടെ ആൾക്കാരായിക്കോട്ടെ റോഡ് കിടന്നത് കാണിക്കുന്നത്. അത് മറ്റുള്ളവർക്ക് പിന്നെ അത് പ്രശ്നമായി മാറും ചെയ്യും. ഇതിന് രണ്ടാമത്തെ സ്പെഷ്യൽ ലൈസൻസ് എടുത്തിട്ട് അത്യാപത്തുകൾ വരുമ്പോൾ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ലെവലിലുള്ള വണ്ടികളാക്കി മാറ്റുക. അല്ലാതെ മാരുതി കാറിൽ മിസൈലിന്റെ എഞ്ചിൻ കൊണ്ടുവയ്ക്കാനൊന്നും ഞാൻ പറയില്ല. നിയമങ്ങൾ നല്ലതാണ്, ഒന്ന് ആലോചിക്കണം. നിങ്ങൾക്ക് വോട്ട് ചെയ്തിരിക്കുന്ന ജെൻസി പിള്ളേര് മോഡിഫിക്കേഷൻ എന്നുള്ള കാര്യം കൊണ്ട് മാത്രമാണ്. അപ്പൊ അവരെ സാറ്റിസ്ഫൈ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്കൊരു ട്രാക്ക് തയ്യാറാക്കാമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ അവിടെ കൊണ്ട് നമുക്ക് വണ്ടി ഓടിക്കാലോ. പൂക്കിമാമന്റെ വാക്കും കേട്ട് വിശ്വസിച്ച് മണ്ടന്മാരായ വാഹന പ്രേമികൾക്ക് നമസ്കാരം. 2019 സുപ്രീം കോടതി വിധി പ്രകാരം മോഡിഫിക്കേഷൻ ഒന്നും അനുവദിക്കില്ല എന്ന് കൃത്യമായിട്ട് അവരെന്നെ പറഞ്ഞിട്ടുണ്ട്. വോട്ട് ചെയ്ത ജെൻസിയുടെ ഉദ്ദേശം എനിക്ക് എന്തായാലും അറിയാം. കുറച്ച് അലോയ് വീല് കയറ്റണം, നല്ല രീതിയിൽ ഒരു അഡ്വഞ്ചർ സ്പെക്ക് ആക്കണം, അതല്ലേ നിങ്ങളുടെ ആഗ്രഹം. അതെന്തായാലും ഇനി നടക്കാൻ പോകുന്നില്ല. ഇതൊക്കെ എന്തായാലും പൂക്കിമാമന്റെ കുറച്ച് കുസൃതികളായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. എന്തായാലും അനുമതി ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു 18 മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതെന്തായാലും ഞാൻ വായിക്കാം. 1. സീറ്റ് കവർ. അത് ഭയങ്കര ഒരു മോഡിഫിക്കേഷൻ ആയി കേട്ടോ. നമ്മളൊന്നും സീറ്റ് കവർ ഒന്നും വണ്ടിയിൽ അടിക്കാറില്ലേ. ഫ്ലോർ മാറ്റ് എന്നെ കൊണ്ട് പറയിക്കണ്ട. സീറ്റിംഗ് വീൽ കവർ, ക്രോം ഗാർണിഷ്, ഡോർ വൈസറുകൾ, മഡ് ഫ്ലാപ്പുകൾ, ബോഡി സ്റ്റിക്കറുകൾ. ആരും സ്റ്റിക്കർ ഒന്നും ഒട്ടിക്കാറില്ലല്ലോ അല്ലേ. ഡാഷ് ക്യാമറ, അയ്യോ അത് വല്ലാത്ത മോഡിഫിക്കേഷൻ ആയി പോയിട്ടോ. റിവേഴ്സ് ക്യാമറ, അതും നല്ല രീതിയിൽ മോഡിഫിക്കേഷൻ ആയി പോയി. എനിക്കതല്ല മനസ്സിലാവും. ഈ ഡാഷ് ക്യാമറയും റിവേഴ്സ് ക്യാമറ ഒക്കെ ഇന്നത്തെ കാലത്ത് നമ്മൾ കാർ വാങ്ങുമ്പോൾ തന്നെ ഓൺ ബോർഡ് ആയിട്ട് നമുക്ക് കിട്ടുന്ന സംഭവങ്ങളാണ്. ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് മോഡിഫിക്കേഷനിൽ കൂട്ടാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. പാർക്കിംഗ് സെൻസർ, അതൊരു വല്ലാത്ത മോഡിഫിക്കേഷൻ ആയി. GPS ട്രാക്കർ, ആൻഡ്രോയിഡ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം. നമ്മളാരും അത് ഉപയോഗിക്കാറില്ലേ. നമ്മൾ ആരും ഇങ്ങനെ മാന്താരൊന്നുമില്ല ഇൻഫോർടൈൻമെന്റിൽ കേട്ടോ. ഇതൊരു പുതിയ സംഭവമാണ്. അഡീഷണൽ സ്പീക്കറുകൾ, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ടോ ഹുക്കുകൾ, റൂഫ് കാരിയറുകൾ, 50% കൂൾ ഫിലിം ഒട്ടിക്കുക എന്നുള്ളതാണ് ലാസ്റ്റ് സംഭവം. എനിക്കതല്ല ചോദിക്കാനുള്ളത്, ഇതൊക്കെ എങ്ങനെ ഒരു മോഡിഫിക്കേഷൻ ആയിട്ട് കൂട്ടാൻ പറ്റുക? ഇതിനൊക്കെ ഞങ്ങൾ കാണുന്നത് ഒരു കാറിന്റെ അപ്ഗ്രേഡ് വെർഷൻ എന്നാണ്, അല്ലാതെ മോഡിഫിക്കേഷൻ ഒന്നും ഒരിക്കലും ഇതിനെ പറയാൻ പറ്റില്ല. പിന്നെ എനിക്ക് ബഹുമാനപ്പെട്ട ചീഫ് മിനിസ്റ്ററോട് പറയാനുള്ളത്, സുപ്രീം കോടതി വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കേരളത്തിൽ മാത്രമല്ല എല്ലാ സ്റ്റേറ്റുകളിലും ബാധകമായ ഒരു കാര്യമാണ്. പഞ്ചാബ്, മഹാരാഷ്ട്ര പോലെ ഓടിക്കുന്ന വണ്ടികളുടെ കുറച്ച് മോഡിഫിക്കേഷൻ ഇമേജസ് ഞാൻ അവിടെ കാണിക്കാം. സുഖമായിട്ട് അവരവിടെ ഓടിച്ചു പോകുന്നുണ്ട്. പക്ഷെ അവരവിടുത്തെ പോലീസുകാരും അതിനു വേണ്ടിയുള്ള ആക്ഷൻസ് കാര്യങ്ങളും എടുക്കുന്നില്ല. ഒരിക്കലും ഞാൻ ഇങ്ങനത്തെ ലെവലില് അലോയ് വീൽസ് കയറ്റണമെന്നോ അല്ലെങ്കിൽ ട്രാക്ടറിന്റെ ടയർ കയറ്റണമെന്നൊന്നും ഞാൻ പറയില്ല. ഒന്നല്ലെങ്കിൽ ഒരു അഡ്വഞ്ചർ ടൂറിസം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരിക. അതർവൈസ് ഇങ്ങനത്തെ വാഹനങ്ങൾ ഓടിക്കാനുള്ള പെർമിറ്റ് ഒരു സ്പെഷ്യൽ ലൈസൻസ് ആക്കിയിട്ട് കൊടുക്കുക. നമുക്കറിയാവുന്നതാണ്, സമയം ഇങ്ങനത്തെ വെഹിക്കിൾസ് തന്നെയായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അന്നൊന്നും ആർക്കും യാതൊരുവിധ കുഴപ്പമുണ്ടായില്ല. അന്ന് മോഡിഫിക്കേഷന് ചാർജസ് ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. അവിടെ കേരള ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്ന വെഹിക്കിൾസിന്റെ ഒക്കെ കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. ഒരു മഴ വന്നു കഴിഞ്ഞാൽ വണ്ടി ഒന്നും പുറത്തിറക്കാൻ പറ്റില്ല. അന്ന് നമ്മുടെ പിള്ളേരൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ആൾക്കാരെ രക്ഷിക്കാൻ പോകാനും അങ്ങനത്തെ ഉള്ള സാഹചര്യങ്ങളിലൊക്കെ ഓടിക്കാൻ പറ്റുന്ന വണ്ടികൾ അഡ്വഞ്ചർ ടൂറിസം എന്നുള്ള ഒരു ലെവലിൽ ലൈസൻസ് പെർമിറ്റ് ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. ഞാൻ എന്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് പറയുന്നത്. കമന്റ് ബോക്സിൽ വീഡിയോ കാണും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാവുന്നതാണ്. അതോടൊപ്പം തന്നെ RCയിൽ മാറ്റം വരുത്തി ചെയ്യാൻ പറ്റുന്ന കുറച്ച് മോഡിഫിക്കേഷന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വാഹനത്തിന്റെ നിറം മാറ്റൽ, എഞ്ചിൻ മാറ്റൽ, LPG CNG കിറ്റ് വെക്കൽ, ഇലക്ട്രിക്കായി മാറ്റൽ, ഭിന്നശേഷി സൗഹൃദ വാഹന ഷാസി ഫ്രെയിം മാറ്റൽ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് RCയിൽ ചേഞ്ച് ചെയ്തിട്ട് ചെയ്യേണ്ടതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലെന്തായാലും ജെൻസി ഉദ്ദേശിച്ച ആ ലെവലുള്ള മോഡിഫിക്കേഷൻ ഇല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അഡ്വഞ്ചർ ടൂറിസം, അതിന് വേണ്ടിയുള്ള സ്പേസ് നിങ്ങൾ എന്തായാലും ഒന്ന് ഒരുക്കി തരിക. നിങ്ങൾ വിചാരിച്ചാൽ പറ്റാവുന്നല്ലേ ഉള്ളൂ. നല്ലൊരു ട്രാക്ക് ഒരുക്കാൻ പറ്റും. ആ ലെവലിൽ മാത്രം നിങ്ങൾക്ക് വണ്ടി ഓടിക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനെ സാഹചര്യങ്ങളൊന്നും ഒരുക്കി തരാത്ത പക്ഷമാണ് പിള്ളേരായിക്കോട്ടെ ആൾക്കാരായിക്കോട്ടെ റോഡ് കിടന്നത് കാണിക്കുന്നത്. അത് മറ്റുള്ളവർക്ക് പിന്നെ അത് പ്രശ്നമായി മാറും ചെയ്യും. ഇതിന് രണ്ടാമത്തെ സ്പെഷ്യൽ ലൈസൻസ് എടുത്തിട്ട്
അത്യാപത്തുകൾ വരുമ്പോൾ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ലെവലിലുള്ള വണ്ടികളാക്കി മാറ്റുക. അല്ലാതെ മാരുതി കാറിൽ മിസൈലിന്റെ എഞ്ചിൻ കൊണ്ടുവെക്കാനൊന്നും ഞാൻ പറയില്ല. നിയമങ്ങൾ നല്ലതാണ്, ഒന്ന് ആലോചിക്കണം. നിങ്ങൾക്ക് വോട്ട് ചെയ്തിരിക്കുന്ന ജെൻസി പിള്ളേര് മോഡിഫിക്കേഷൻ എന്നുള്ള കാര്യം കൊണ്ട് മാത്രമാണ്. അപ്പൊ അവർ സാറ്റിസ്ഫൈ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്കൊരു ട്രാക്ക് തയ്യാറാക്കാമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ അവിടെ കൊണ്ട് നമുക്ക് വണ്ടി ഓടിക്കാലോ. അപ്പൊ വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറയുക. നമുക്ക് തീർച്ചയായിട്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.